സ്വീകരിക്കുക. സ്നേഹമുള്ളവരെ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഈ ലോകത്തിൽ നാനാഭാഗത്തും തിരമാലകളാണ്, പ്രശ്നങ്ങളാണ്, ഭയാനകതയാണ്. എങ്കിലും ഞങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം. അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം. അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം. ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ്, ബോഷന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സ്വീകരിക്കുക. സ്നേഹമുള്ളവരെ, ഹൃദയത്തിൽ കരുത്തുണ്ടാക്കുന്ന വലിയ രഹസ്യങ്ങളാണ് കർത്താവ് നമുക്ക് തരുന്നത്. നമുക്ക് ഇന്നത്തെ ഉദ്ധരണി വളരെ ശക്തമായ ഒരു ഉദ്ധരണിയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യൂറോപ്പിലെ സഭയ്ക്ക് എഴുതിയ എക്ലീസിയ യൂറോപ്പ, യൂറോപ്പിലെ സഭ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ നിന്നാണ്. യൂറോപ്പിനും ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രത്യാശയുടെ ഉറവിടം ക്രിസ്തുവാണ്. യൂറോപ്പിനും ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രത്യാശയുടെ ഉറവിടം ക്രിസ്തുവാണ്. രക്ഷകന്റെ സഭയാകുന്ന ചാലിലൂടെയാണ് രക്ഷകന്റെ കുത്തിത്തുളയ്ക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന കൃപ ഒഴുകുകയും വ്യാപിക്കുകയും ചെയ്യുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യൂറോപ്പിലെ സഭ. ഇന്ന് നമുക്ക് ഉള്ള ഉദ്ധരണി ഇതാണ്: യൂറോപ്പിനും ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രത്യാശയുടെ ഉറവിടം ക്രിസ്തുവാണ്. സഭയാകുന്ന ചാലിലൂടെയാണ് രക്ഷകന്റെ കുത്തിത്തുളയ്ക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന കൃപ ഒഴുകുകയും വ്യാപിക്കുകയും ചെയ്യുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യൂറോപ്പിലെ സഭ 18. ഇത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കാറ്റക്കിസത്തിൽ 766 ഖണ്ഡികയാണ്. കാറ്റക്കിസത്തിൽ 766 ഖണ്ഡികയിൽ സഭയെക്കുറിച്ച് പറയുമ്പോൾ സഭ എവിടെ നിന്ന് ആരംഭിക്കുന്നു? 766. സഭ ജനിക്കുന്നത് പ്രഥമമായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ മുൻകൂട്ടി നടത്തുകയും കുരിശിൽ പൂർത്തിയാക്കുകയും ചെയ്ത സമ്പൂർണമായ ആത്മദാനത്തിൽ നിന്നാണ്. ക്രൂശിതനായ യേശുവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തവും ജലവും സഭയുടെ ഉദ്ഭവവും വളർച്ചയും പ്രതീകാത്മകമായി സൂചിപ്പിച്ചു. എന്നാൽ കുരിശിൽ മരണനിദ്രയിലായിരുന്ന ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ നിന്നാണ് സഭ മുഴുവനാകുന്ന വിസ്മയനീയമായ കൂദാശ ബഹിർഗമിച്ചത്. സഭ മുഴുവനുമാകുന്ന വിസ്മയനീയമായ കൂദാശ ബഹിർഗമിച്ചത്. സഭ ഒരു കൂദാശയാണ്. ലൂമൻ ജൻഷ്യം 1. ഉറങ്ങുന്ന ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്ന് ഹവ്വ രൂപോത്കരിക്കപ്പെട്ടതുപോലെ കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ച ക്രിസ്തുവിൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നാണ് സഭ ജനിച്ചത്. സഭയിൽ കോളിളക്കങ്ങൾ ഉണ്ടാകും, തിരമാലകൾ ഉണ്ടാകും, ഭയാനകമായ അവസ്ഥകളൊക്കെ ഉണ്ടാകും. എന്നാൽ കർത്താവാണ് സഭയെ നയിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ എല്ലാവരും ചോദിക്കുകയാണ്, ജർമ്മനിക്ക് എന്തു പറ്റും, ജർമ്മനിക്ക് എന്തു പറ്റും? ജർമ്മനി ഒന്നും പറ്റാൻ പോകുന്നില്ല. കർത്താവിൻ്റെ സഭ, കർത്താവാകുന്ന പാറമേൽ കർത്താവാണ് പറയുന്നത്. വീണ്ടും നമുക്ക് ആ സങ്കീർത്തനം ഒന്നുകൂടി പാടാം. കർത്താവേ, കർത്താവേ,
അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം, അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം. ബുദ്ധിഹീനര് ഇത് അഗാധമാണ്, ഭോഷന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സങ്കീർത്തനം 92:5. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇന്നത്തെ സങ്കീർത്തനം 136 സങ്കീർത്തനത്തിൽ 1 മുതൽ 9 വരെയാണ്. 136 സങ്കീർത്തനം. ഇത് വളരെ പ്രസിദ്ധമായൊരു സങ്കീർത്തനമാണ്. കർത്താവിൻ്റെ കരുണയെ പ്രഘോഷിച്ചുകൊണ്ടുള്ള ഒരു ചാൻറ്റാണ്, ഒരു ഭജൻ പോലെയാണ്. ഇങ്ങനെ ഓരോ വരി കർത്താവിൻ്റെ കരുണയെ പ്രകീർത്തിക്കുകയാണ്. ഇത് ഈശോ എന്നും പാടിയിരുന്നതാണ്. ഇത് ഇസ്രായേൽ ജനം സോളമൻ പുതിയ ദേവാലയം പണിതപ്പോൾ ആ ദേവാലയത്തിൽ ആദ്യം പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയതാണ്. സൃഷ്ടിയെ മുഴുവനും എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഇത് ഏറ്റുപാടി പ്രാർത്ഥിക്കാം. കർത്താവിനു നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിനു നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദേവന്മാരുടെ ദൈവത്തിനു നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ജ്ഞാനം കൊണ്ടവിടുന്ന ആകാശത്തെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിനു നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് സമുദ്രത്തിനു മേൽ ഭൂമിയെ വിരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അവിടുന്ന് മഹാദീപങ്ങളെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിനു നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്.
നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. അപ്പോൾ ഈ സങ്കീർത്തനം നിങ്ങൾ ഇതിനെ ബൈബിള് നോക്കിയിട്ട് ചാൻറ്റ് ചെയ്ത് ഇങ്ങനെ പാടാം. ഇതൊരു സാമ്പിൾ പാടി തന്നതാണ്. ഓക്കെ. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു നിമിഷം ഈ കൊറോണ ഭയാനകതയ്ക്ക് വേണ്ടി നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കാരണം നമ്മൾ എന്തെല്ലാം പഠിക്കുമ്പോഴും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ബന്ധുമിത്രാദികളും സമൂഹം മുഴുവനും ബിഷപ്പുമാരും വൈദികരും സിസ്റ്റർമാരും ഡോക്ടർമാരും എല്ലാം ഭയാനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. നമ്മുടെ നാടിനെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കയറാൻ. കർത്താവ് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ കരുണയായിരിക്കണേ. കർത്താവെ അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയെ, ഈ കൊടുങ്കാറ്റിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നന്മയുണ്ടാക്കാനും ഇതിനെയെല്ലാം നിയന്ത്രിക്കാനും ഇതിനെയെല്ലാം ശാന്തമാക്കാനും അങ്ങേക്ക് കഴിയും. ശാന്തമാകൂ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഈ അവസ്ഥയിൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവമേ, ഈ കൊറോണ മഹാമാരി മൂലം ഇന്ന് ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ നാടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഭയാനകതയിൽ അങ്ങ് തന്നെ ഓരോരുത്തരിലും എഴുന്നള്ളി ഇരുന്നു കൊണ്ട് ഈ സാഹചര്യത്തിനെ ചുക്കാൻ പിടിക്കണമേ. ഈ സാഹചര്യത്തെ അങ്ങ് നയിക്കണമേ. ഗവൺമെൻറ്റിനെയും ആശുപത്രികളെയും വ്യക്തികളെയും അങ്ങ് തന്നെ നയിക്കണേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വരുവിൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയുടെ വെളിപാടിൽ സങ്കീർത്തനങ്ങൾ സമൂഹത്തിൻ്റെ പ്രാർത്ഥന എന്ന ഭാഗമാണ്. സങ്കീർത്തനങ്ങൾ സമൂഹത്തിൻ്റെ പ്രാർത്ഥന എന്ന ഭാഗത്തിൽ 2586 ഖണ്ഡികയുടെ സൈഡിൽ പാരഗ്രാഫ് 1177 നമ്മൾക്കിനി പഠിക്കാനുള്ളത്. അതിൻ്റെ മുൻപ് ആ 2586 പാരഗ്രാഫിൻ്റെ അവസാനത്തെ വാക്ക് ഒന്ന് നമുക്ക് കേൾക്കാം. ക്രിസ്തു ആലപിച്ചിട്ടുള്ളവയും. കണ്ടോ സങ്കീർത്തനങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ പാടിയ സങ്കീർത്തനം ഈശോ എന്നും പാടുമായിരുന്നു. ഈശോ എന്നും പാടുമായിരുന്നു. ഈ പ്രപഞ്ചത്തിലെ സകലത്തിനെ നോക്കിയിട്ട് അതിനുവേണ്ടി നന്ദി പറയുന്നു. ഉണ്ടോ? സൂര്യനെ സൃഷ്ടിച്ചതിനെ പ്രതി നന്ദി പറയുന്നു. ചന്ദ്രനെ സൃഷ്ടിച്ചതിനെ പ്രതി നന്ദി പറയുന്നു. അങ്ങനെ ഓരോ ദിവസവും ഈശോ നന്ദി പറഞ്ഞ് അവിടുത്തെ കരുണയെ, അതിനകത്തെല്ലാം അവിടുത്തെ കരുണയെ കാണുമായിരുന്നു. ഈശോ പീഡാനുഭവം, ഈശോ അന്ത്യത്താഴം കഴിഞ്ഞ് ഗെത്സമനിയിലേക്ക് പോകുന്ന സമയത്തും ഈ സങ്കീർത്തനം പാടിയെന്നാണ് ചിലർ പറയപ്പെടുന്നത്. അപ്പോൾ ക്രിസ്തു ആലപിച്ചിട്ടുള്ളൂ. നമ്മുടെ സങ്കീർത്തന ധ്യാനത്തിൽ നമ്മൾ പ്രത്യേകം ഇത് മനസ്സിലാക്കി. സങ്കീർത്തനങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത് ദാവീദ് പാടിയ സങ്കീർത്തനം. ഇനി ആ വാക്ക് മാറ്റി ദാവീദും പാടി, എന്നാൽ അതിനേക്കാളും പ്രാധാന്യം യേശു ക്രിസ്തു തന്നെ പാടി സങ്കീർത്തനമാണിത്. കണ്ടോ? നമുക്ക് ചില പ്രിയപ്പെട്ട ആളുകൾ പാടിയതെന്ന് പറയുമ്പോൾ നമുക്ക് ആ പാട്ട് വീണ്ടും പാടാൻ വലിയ ഒരു ഉത്തേജനമാണ്. ഇന്ന ആൾ പാടിയ പാട്ടാണിത്. ഓക്കെ, അങ്ങനെ പാടിയതാണല്ലേ, അല്ലെ അങ്ങനെ എഴുതിയതാണല്ലേ. ആ അർത്ഥത്തിൽ നമ്മളിപ്പോൾ എന്ത് ചിന്തിക്കണം? ക്രിസ്തു ആലപിച്ചിട്ടുള്ളൂ. ഇത് ഞാൻ
100 പ്രാവശ്യം പറഞ്ഞു കാണും ഇപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. ഇത് ശരിക്കും എൻ്റെ ജീവനാണ്. ഞാൻ ഈ സങ്കീർത്തനങ്ങളോട് ഇത്രയും പ്രേമം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാന കാര്യം ക്രിസ്തു പാടിയ സങ്കീർത്തനമാണിത്, ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന. അപ്പോൾ അതാണ് ഇവിടുത്തെ ഈ 2586 അവസാനത്തെ വാക്കോർത്തിരിക്കുക. 2586 2586 ഖണ്ഡികയിൽ അവസാനത്തെ വചനം ഇതാണ്. CCCയിൽ ക്രിസ്തു ആലപിച്ചതും അവനിൽ പൂർത്തീകരിച്ചിട്ടുള്ളവയുമായ. അത് ഒന്നാലോചിച്ച് നോക്ക്. ഈ സങ്കീർത്തനത്തിലെ കാര്യങ്ങളെല്ലാം അവനിൽ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പം ഇത് തന്നെ നമ്മൾ ചിന്തിച്ചോളൂ. ഇപ്പം ഇത് തന്നെ നമ്മൾ ചിന്തിക്കുകയാണെന്ന് വിചാരിച്ചോ. ഈ സൂര്യനെ സൃഷ്ടിച്ചു, ചന്ദ്രനെ സൃഷ്ടിച്ചു, ഭൂമി സൃഷ്ടിച്ചു. ഇത് ക്രിസ്തുവിൽ പൂർത്തീകരിച്ചിട്ടുള്ളത് തന്നെയാണത്. ക്രിസ്തുവാണ് ഇതിൻ്റെ എല്ലാം ആരംഭവും അവസാനമില്ലാത്തതും. 90-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ടു, അനാദി മുതലേ അനന്തത വരെ തലമുറ തലമുറയായി കർത്താവേ അങ്ങ് ആശ്രയമായിരുന്നു. പർവ്വതങ്ങൾക്ക് രൂപം നൽകും മുൻപ് ഭൂമിയും ലോകവും രൂപപ്പെടുത്തും മുൻപ് അനാദി മുതലേ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. എന്തോ മുതലേ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. എന്ത് ആനന്ദമില്ലേ! അവിടുത്തെ ദൈവത്വത്തിൻ്റെ ആ വലുപ്പത്തെ ഒന്ന് ചിന്തിച്ച് നോക്കി. അനാദി മുതലേ അനന്തത വരെ. എപ്പോൾ മുതൽ? പർവ്വതങ്ങൾക്ക് രൂപം കൊടുക്കും മുൻപ്. അതായത് ഈ സമസ്ത പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ കർത്താവ് ഈശോ മിശിഹ വചനമായിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഈശോ തന്നെ അതിനുശേഷം ഇതെല്ലാം നോക്കി പാടുകയാണ്. ഇതൊക്കെ നോക്കി പാടുകയാണ്. എന്താലോചിച്ച് നോക്കിയേ. അപ്പം ക്രിസ്തു ആലപിച്ചിട്ടുള്ളതും അവനിൽ പൂർത്തീകരിച്ചിട്ടുള്ളതുമായ സങ്കീർത്തനങ്ങൾ സഭയുടെ പ്രാർത്ഥനയിലെ കാതലായ, കണ്ടോ, കാതലായ ഈ വാക്കിന് എന്തൊരർത്ഥമാണ്? കാതലായ ഘടകമായി നിലനിൽക്കുന്നു. കാതൽ. കോർ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം ഹൃദയം എന്നാണ്. ഹൃദയം, കാർഡിയോളജി. കോർ എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്, കാതൽ. അപ്പോൾ അതുകൊണ്ടാണ് സഭയുടെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ മാമോദീസയിൽ തന്നെ ഇപ്പോൾ സീറോ മലബാർ ക്രമപ്രകാരം മാമോദീസയ്ക്ക് വേണ്ടി മാമോദീസാർത്ഥി, അതായത് കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ തലതൊട്ടപ്പനും മാതാപിതാക്കളും ദേവാലയത്തിലേക്ക് വരുമ്പോൾ വൈദികൻ നമ്മളെ ദേവാലയത്തിൻ്റെ മുൻപിൽ വെച്ച് നമ്മളെ സ്വീകരിക്കുന്ന സമയത്ത് ആദ്യം പാടുന്ന സങ്കീർത്തനം, അത് കൊണ്ടുവന്നിരിക്കുന്ന ആളുകളുടെ വശത്തു നിന്നാണ് പാടുന്നത് നീ ചാൽ തേടുന്ന മാൻപേടയെ പോലെ, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ഇത് ആ മാമോദീസാർത്ഥിയുടെ വശത്തു നിന്നാണ്. ഞാൻ വന്നിരിക്കുന്നു അങ്ങയെ തേടി. കണ്ടോ, അവിടെ മുതൽ അത് വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ്, ആരംഭകാലം മുതലേ, സഭയുടെ ആരംഭകാലം മുതലേ മാമോദീസാർത്ഥികൾ ഈ സങ്കീർത്തനം പാടിയിട്ടാണ് മാമോദീസയ്ക്ക് വരുന്നത് എന്ന്. ഈ 2000 വർഷമായിട്ടും അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സഭയുടെ ആരാധനാക്രമങ്ങളിൽ
ഒഫീഷ്യലായിട്ട് ഇതാണ്. പക്ഷേ ചിലവരെന്ത് ചെയ്യും, എന്നോട് ക്ഷമിക്കണം, ഞാനിത് വിമർശിക്കണമായിട്ട് തോന്നും. അതൊന്നും സാരമില്ല, വേറെ പാട്ട് പാടുന്നു, ഇവിടെ പാട്ട് കടലാസിൽ വേറെ പാട്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാകാത്തത് കൊണ്ടല്ലേ. ഒരിക്കൽ ഞാൻ ഈ ധ്യാനം ഒരു നടത്തുമ്പോൾ അത് കേട്ടിരുന്ന വൈദികൻ അതിനുശേഷം വന്നിട്ട് പറയാണ്, 28 വർഷമായി ഞാനൊരു വൈദികനായിട്ട് ഞാൻ ഒരുപാട് പേരെ മാമോദിസ മുക്കിയിട്ടുള്ളതാണ്. ഇത് ഓരോ മാമോദിസയ്ക്കും ഞാനിത് പാടിയിട്ടുള്ളതുമാണ്. എന്നാൽ അതിനിത്രയും അർത്ഥമുണ്ടെന്ന് തോമസ് പോൾ ബ്രദറെ ഇപ്പോൾ ഇത് കേട്ടപ്പോഴാണ് മനസ്സിലായത്. ഇതിപ്പോൾ ഞാൻ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല. ഇതാണ് നമ്മളുടെ ആരാധനാക്രമത്തിലെ മനോഹാരിത. ആരാധനാക്രമം എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഗാനങ്ങൾ ആലപിക്കുന്നതിലൂടെ അല്ല. ഇനി അതാണ് 1177 പറയുന്നത്. 1177 ഖണ്ഡികയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോകാൻ ശ്രമിക്കുകയായിരുന്നു. 1177 പറയുന്നത്, യാമപ്രാർത്ഥനകളിലെ ഗീതങ്ങളും ലുത്തിനികളും സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥനയെ സഭയുടെ യുഗത്തോട് ഉൾച്ചേർക്കുന്നു. സഭയുടെ യുഗം, ദ എറ ഓഫ് ദ ചർച്ച് എന്ന് പറയുന്നത് പെന്തക്കോസ്താക്ക് മുതലുള്ള കാലഘട്ടമാണ്. നമ്മൾ സഭയുടെ യുഗത്തിലാണ്, നമ്മളാണ് സഭ. അപ്പോൾ ഈ പഴയ നിയമ കാലഘട്ടം, പുതിയ നിയമത്തിലെ ഈശോയുടെ പരസ്യജീവിത കാലഘട്ടം, പീഡാസഹനവും മരണത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈശോയുടെ സ്വർഗാരോഹണ കാലഘട്ടത്തിലേക്ക് വരുന്നു. അതിനുശേഷം പെന്തക്കോസ്ത മുതലാണ് സഭയുടെ കാലഘട്ടം. അപ്പം സഭായുഗത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഇതിനു വേണ്ടിയാണ് ഈ പഴയ നിയമം മുഴുവനും തയ്യാറായിരിക്കുന്നത്. കൈറോസ്. ഈ പഴയ നിയമ കാലഘട്ടം മുഴുവനും മറ്റൊരു വിധത്തിൽ സഭയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു. ഈ പഴയ നിയമ കാലഘട്ടം മുഴുവനും സഭയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു. അപ്പോൾ ആ തയ്യാറെടുപ്പിൽ സഭയുടെ ആരാധനാക്രമത്തിൽ എന്ത് ഗാനങ്ങൾ എങ്ങനെ പാടണം എന്നുള്ളതൊക്കെ ഈശോയ്ക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് ഈശോയും ആ സഭയാകുന്ന ഈശോ തന്നെ പാടി നടക്കുമായിരുന്നെന്ന്. മാതാവും ഔസേപ്പിതാവും സഭ, ഇസ്രായേൽ ജനം മുഴുവനും ഇത് പാടുമായിരുന്നു. അപ്പോൾ നമ്മൾ അതിലെ സങ്കീർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആരാധനാക്രമത്തിൻ്റെ നമ്മളവിടെ കഴിഞ്ഞ ഖണ്ഡികയിൽ കേട്ടു, അതിൻ്റെ കാതലാണ് സങ്കീർത്തനം. കാതൽ. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സഭയിൽ ഭയങ്കര അപാകതകൾ കാണുന്നു. എന്തുകൊണ്ടാണ് കാണുന്നത്? സഭ യഥാർത്ഥമായ ഒരു ആരാധനയിലേക്ക് ഇനിയും കയറിയിട്ടില്ല. ഇത് നമ്മൾ കുറ്റപ്പെടുത്താൻ പറയണതല്ല, നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, തീർത്ഥാടനത്തിലാണ് നമ്മൾ. സഭയുടെ ആരാധനാക്രമത്തിൽ ഇപ്പോൾ ചില പൗരസ്ത്യ സഭകളിലെ ആരാധനാക്രമത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത്രയൊന്നും നമുക്ക് നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറയും. ഇത്രയും നേരം ഈ പാട്ടും പാടി ഇത്രയും നേരം ഇതുപോലെ ആരാധിക്കാനായിട്ട് നമുക്ക് പറ്റില്ല എന്ന് പറയും നമ്മൾ. പക്ഷേ സഭയുടെ ആരാധനാക്രമത്തിൽ നമ്മൾ ലയിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം, അഭിഷേകം മറ്റൊരു പ്രാർത്ഥനയിലും നമുക്ക് കിട്ടില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരു കുർബാന ഒന്ന് അർപ്പിക്കാൻ കൊതിയാവുന്നുണ്ടാവില്ലേ? അതുകൊണ്ടാണ് പള്ളി തുറക്കണമെന്ന് കേൾക്കുമ്പോഴേക്കും നമ്മളെല്ലാം ഓടുന്നു. എന്തുകൊണ്ടാണ്? ആ ആരാധനാക്രമത്തിൻ്റെ യഥാർത്ഥ അഭിഷേകം നമുക്കുണ്ടാകണമെങ്കിൽ അത് കർത്താവ് തന്നെ പരിശുദ്ധാത്മാവിലൂടെ നൽകിയിട്ടുള്ള ആ പ്രാർത്ഥനകളും ആ സങ്കീർത്തനങ്ങളും
അതിൻ്റെ അർത്ഥങ്ങളും ഗ്രഹിച്ചു പാടണം. നമ്മൾ ബാല്യകാലം മുതൽ തന്നെ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളും നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ശരിക്ക് അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? ഉദാഹരണത്തിന് ഇന്നലെ ഒരു സഹോദരി ചോദിച്ചു, ബ്രദറെ, അപ്പോൾ ഈ എന്താണ് ശുദ്ധീകരണ സ്ഥലത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിലും ശിക്ഷയുണ്ടല്ലേ? ശിക്ഷയുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് അല്ലെങ്കിൽ മരണാനന്തരം പ്രാർത്ഥിക്കണ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞ് എന്താ പ്രാർത്ഥിക്കണത്? മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരാനിടയാകട്ടെ. നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതാണ്. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഗുണത്തിൽ മോക്ഷത്തിലാകട്ടെ. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും. നിത്യപിതാവേ ആത്മാക്കണമേ ഉണ്ടോ? പ്രാർത്ഥിച്ചു. എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? നിത്യപിതാവേ ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയുടെ യോഗ്യതയാൽ ഈ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കട്ടെ. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ നടക്കുന്നത്, ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ വാക്ക് തന്നെ ശുദ്ധീകരണമാണ് നടക്കുന്നത്. അവിടെ പണിഷ്മെൻ്റാണോ, ശിക്ഷയാണോ, ശുദ്ധീകരണമാണോ? ശുദ്ധീകരണമാണ്. ആരാ ശുദ്ധീകരിക്കണേ? ആരുടെ യോഗ്യതയാലാണ് അവിടെ ശുദ്ധീകരിക്കണേ? കർത്താവ് ഈശോ മിശിഹാ തന്നെയാണ്. അല്ലാതെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നമ്മളെന്തോ ചെയ്യുന്നത് കൊണ്ടാണോ ശുദ്ധീകരണ? ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇന്നലെ ഉണ്ടായ ഒരു സംഭവമാണ്. ഞാനത് ആ ചോദിച്ച ആളെ കുറ്റപ്പെടുത്തുകയല്ല. ഇതാണ് നമ്മുടെ ആരാധനാ ക്രമത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകേണ്ട അവസ്ഥ. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം സഭയുടെ ആദിമകാലം മുതലുള്ളതാണ്. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരാനിടയായിരിക്കട്ടെ. നിത്യപിതാവേ ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയുടെ യോഗ്യതയാൽ. കണ്ടോ? അപ്പോൾ അവിടെ ശുദ്ധീകരണം നടത്തുന്നത് ആരാ? ഈശോ മിശിഹാ അർപ്പിച്ച ബലിയിൽ ഈ ജീവിതത്തിലും ജീവിതത്തിനപ്പുറത്തും ശുദ്ധീകരിക്കാനുള്ള വ്യവസ്ഥ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഞാനത് ഒരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ നമ്മൾ സങ്കീർത്തനങ്ങൾ, ഇപ്പോൾ മരിച്ചവരുടെ ഓഫീസ് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിങ്ങനെ പോവുകയാണ്. എന്താണ്? പുലിയാകാൻ കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ഇസ്രായേലും കാത്തിരിക്കുന്നു, ആവാൻ കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇങ്ങനെ അങ്ങ് പോവുകയാണ്. എന്തോ ഒരു വലിയ രഹസ്യമാണ്, സങ്കീർത്തനമാണത്. ഏത് സങ്കീർത്തനമാണ്? 129, 130 മാറ്റയാണത്. പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ. കണ്ടോ? 129 അല്ലേ? 130 നോക്കാമത്. അപ്പം നമ്മുടെ പ്രാർത്ഥനകളുടെ കാതൽ 130. അഗാധത്തിൽ നിന്ന്, കർത്താവേ അഗാധത്തിൽ ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ചെവിയാഴ്ചൻ്റെ യാചനകൾ ക്ഷമിക്കണേ. കണ്ടോ? കർത്താവേ അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരനേക്കാൾ ആകാംക്ഷയോടെ. കണ്ടോ? പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ എന്നായിരിക്കും നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ആ പുസ്തകവിടെ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരനേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്, അവിടെ നിന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടെ നിന്ന് മോചിപ്പിക്കുന്നു. കണ്ടോ? അപ്പോൾ ഈ സങ്കീർത്തനം ഈശോ തന്നെ പാടിയിട്ടുള്ളതും ഈശോയ്ക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടിട്ടുള്ളതും നമ്മുടെ പ്രാർത്ഥനയുടെ കാതലായിട്ടുള്ള ഭാഗമാണ്. പക്ഷേ ഇത് ശവപ്പെട്ടിയിൽ വെച്ച് കഴിയുമ്പോഴേ നമ്മൾ കേൾക്കുള്ളൂ. ഇത് ജീവിക്കുന്ന സമയത്ത്, നമ്മളിതെല്ലാം പ്രാർത്ഥിക്കുന്ന സമയത്ത്, നമ്മൾ ഒപ്പീസ് ചെല്ലുന്ന നേരത്ത് ആർക്ക് വേണ്ടിയായി ഒപ്പീസ് ചെല്ലണത്? നമ്മൾക്കും കൂടി വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ രഹസ്യം മനസ്സിലാകണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ആ വചനത്തിൻ്റെ അർത്ഥം.
പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനേക്കാൾ ആകാംക്ഷയോടെ. അപ്പോൾ പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരൻ, അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു നഴ്സിനെ പോലെ അങ്ങനെ ചിന്തിച്ച് നോക്ക്. കാരണം ഓരോ സമയത്തും നോക്കുകയാണ്, ഇനി എത്ര സമയമുണ്ട് അടുത്ത റിലീവർ വരാനായിട്ട്, അടുത്ത ആൾ വരാനായിട്ട്. രാത്രി മുഴുവനും ജോലി ചെയ്തിട്ട് അപ്പോൾ പുലരിയാകും എന്നത് 100%, 200% ഉറപ്പാണ്. പുലരിയാകും. അതാണ് നമ്പർ 1 പോയിന്റ്. പുലരിയാകുമ്പോൾ വേറെ എനിക്ക് ജോലി വിട്ട് പോകാം, വേറെ ആൾ വരും. പുലരിയാകാൻ എന്തോ ഒരു വലിയ സിംബോളിസംസാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പുലരിയാകാൻ കാത്തിരിക്കുന്ന ആൾക്കാരനെ പോലെ താവേ കാത്തിരിക്കുന്നു പറഞ്ഞ് കനവെവിടെ, അതെവിടെ, എവിടെ, കപ്പ്യാരെവിടെ, കപ്പ്യാർ എല്ലാവരും. നമ്മളിതിൻ്റെ ആഴത്തിലേക്ക് പോകുന്നില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഒപ്പീസൊന്ന് ശരിക്ക് ആ പുസ്തകം എടുത്തിട്ട്, നമ്മുടെ കുർബാന പുസ്തകത്തിൻ്റെ അവസാനത്തിലുണ്ട് ആ ഒപ്പീസ്. കുർബാന പുസ്തകത്തിൻ്റെ അവസാനത്തിലുണ്ട് ഒപ്പീസ്. ആ ഒപ്പീസ് ഒന്ന് ചൊല്ലി നോക്കണം. കുർബാന പുസ്തകത്തിൻ്റെ അവസാനത്തിലുണ്ട് ഒപ്പീസ്. ഇതുണ്ടോ? അഗാധത്തിൽ നിന്ന് ഉണ്ടോ? ഇതിനകത്ത് എഴുതിയിരിക്കുന്നിരിക്കാൻ പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനേക്കാൾ ആകാംക്ഷയോടെ. അപ്പം ഇവിടെ കർത്താവേ, എൻ്റെ ശബ്ദം കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, നീ പാപങ്ങളെല്ലാം. അപ്പോൾ പാപമോചനം നിന്റെ പക്കൽ നിന്നാവുന്നല്ലോ. നമ്മളിപ്പോഴും ശിക്ഷയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഈ ശിക്ഷ മുഴുവനും യേശുക്രിസ്തു ഏറ്റെടുത്തിരിക്കുന്നു. യേശുക്രിസ്തു ശിക്ഷ ഏറ്റെടുത്തോ? യേശുക്രിസ്തു ശിക്ഷ ഏറ്റെടുത്തോ? അതാണ് നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മൾ ഈ ഓരോ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഓരോ പ്രസംഗം കേൾക്കുമ്പോൾ ഓരോരുത്തരും ഓരോന്ന് പറയും. പക്ഷെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് വിശ്വസിക്കേണ്ടത് സഭയുടെ ആധികാരികമായ പ്രബോധനമാണ്. സഭ എന്ത് പഠിപ്പിക്കുന്നു, സഭ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതിന് ഇപ്പോൾ വലിയ ദൈവശാസ്ത്ര പുസ്തകങ്ങളൊന്നും നോക്കണ്ട, ഈ കുർബാന പുസ്തകം നോക്കിയാൽ മതി. ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ കുർബാന പുസ്തകം ഒരു ദിവസം വീട്ടിലിരുന്ന് കുർബാനയിലൂടെ അല്ലാതെ ഇതൊന്ന് മുഴുവനും വായിക്കണം. കുർബാന പങ്കെടുക്കുന്ന സമയത്ത് നമ്മളിത് വായിക്കുമായിരിക്കും. കുർബാന സമയത്തല്ലാതെ ഈ പുസ്തകം മുഴുവനും ഒന്ന് വായിച്ചു നോക്കണം. അപ്പം അതിലെ പ്രധാന 1-2 പ്രാർത്ഥനകൾ ഇതുണ്ടോ? ഇവിടെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ, നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും അല്ലോ പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതാർക്ക് വേണ്ടിയാണ്? ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. തുടർന്ന് കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. ശ്രദ്ധിക്കണം, അടുത്ത വാക്ക്, അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നോ? അതാണ് ഇത് വിശുദ്ധ കുർബാനയിലെ എപ്പിക്ലേസിസ്, റുഹാക്ഷണ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ. നമ്മളിപ്പോഴും വിചാരിക്കണം, അയ്യോ നമ്മൾ രക്ഷിക്കപ്പെടുവോ, നമ്മൾ ശിക്ഷിക്കുവോ, നമ്മൾ ശിക്ഷ. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയണത്, ഭയം ആണ് പ്രശ്നം. യഥാർത്ഥ സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. ആ വചനം എഴുതിയേ മിനി 1 യോഹന്നാൻ 4:17 അല്ലേ? 1 യോഹന്നാൻ 4:17-18. യഥാർത്ഥ സ്നേഹം എന്താ? ഭയമില്ലാത്ത സ്നേഹം. ഭയം എന്തിനെക്കുറിച്ചാണ്? ശിക്ഷയെക്കുറിച്ചാണ്.
നമ്മളിപ്പോഴും ശിക്ഷയെക്കുറിച്ചാണ് ഭയന്ന് വിറച്ച് ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ ആരാധനാക്രമത്തിലെ പാടുന്ന സങ്കീർത്തനങ്ങൾ കണ്ടു. ഇപ്പം നമ്മൾ അവിടുത്തെ കാരുണ്യം അനന്തമാണ്, ഒന്നും കൂടി പാടി, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഇതിങ്ങനെ ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചാൻറ്റി ഭജൻ പോലെ. പറയുവിൻ വിടന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അപ്പോൾ ഈ കർത്താവിന് നന്ദി പറയാം. അവിടെ നിന്ന് നല്ലവനാണ് എന്ന് പറയുന്നതിനൊക്കെ ഭയങ്കര അർത്ഥമാണ്. അതൊരു ചെറിയ വാക്കാണ്, നല്ലവൻ, നല്ലവൻ, യേശു നല്ലവൻ, യേശു വല്ലഭൻ. ഇതൊക്കെ നമ്മൾ എന്തോരം പാടിയിട്ടുള്ളതാണ്. എന്നാലും പറയും യേശു നല്ലവൻ, അവൻ വല്ലഭൻ. എന്നിട്ട് അതേ മര്യാദയ്ക്ക് അല്ലെങ്കിൽ ശിക്ഷിക്കൂട്ടാ, മനസ്സിലായിട്ടുണ്ടാ? ആ നല്ല പ്രയോജനമുണ്ടാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, അങ്ങനെ പാടിയതുകൊണ്ട്. നിന്നെ ശുദ്ധീകരണ സ്ഥലത്തിലിട്ട് പൊരിപ്പിക്കുന്നില്ല. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, നിന്നെ ശുദ്ധീകരണ സ്ഥലത്തിലിട്ട് പൊരിപ്പിക്കും. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പൊള്ളത്തരം. വിശ്വാസത്തിൻ്റെ ഒരു പൊള്ളത്തരം എന്ന് പറഞ്ഞാൽ ഒരു ശക്തിയില്ലാത്ത അവസ്ഥ. കർത്താവിൽ ആശ്രയിക്കണം. കർത്താവ് ആരാണ്? ഇപ്പം നമ്മളിപ്പോൾ എത്തിരി മുമ്പ് പറഞ്ഞില്ലേ, എന്താണ്, നിത്യപിതാവേ ഈശോമിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയുടെ യോഗ്യതയാൽ ഈ ആത്മാവിൻ്റെ മേൽക്കൽ. ഈശോമിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയുടെ യോഗ്യതയാൽ. അതിന് വരാനിരിക്കുന്ന സംഭവമാണോ? ഈശോമിശിഹായുടെ വിലമതിയാത്ത തിരിച്ചോര കുരിശിൽ ഒഴുക്കി. ആ ഒഴുകിയ തിരിച്ചോരയിൽ നിന്നാണ് സഭ തന്നെ ഉണ്ടായിരിക്കുന്നതെന്ന് നമ്മളിപ്പോൾ വായിച്ചു കേട്ടല്ലോ, CCC 766. അപ്പോൾ ഇവിടെ ഗൃഹാക്ഷണ പ്രാർത്ഥന രണ്ടാമത്തെ ഭാഗം പ്രാർത്ഥനയാണ്. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നുണ്ട്. കർത്താവിനു കൃതജ്ഞത അർപ്പിക്കുവിൻ. ഇനി അപ്പോൾ ഇത് നിങ്ങൾ സത്യമായിട്ട് ചെയ്യണം. നിങ്ങൾ ഈ കുർബാന പുസ്തകം ഒരെണ്ണം വീട്ടിലിരുന്ന് ഒന്ന് വായിക്കണം. ഇതാണ് ആധികാരികമായ സഭയുടെ പ്രബോധനം. ഇതിനകത്തുള്ളത് മുഴുവനും ആധികാരികമായ പ്രബോധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നോക്കിക്കോട്ടോ. അനുരഞ്ജന ഗീതം. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും വേണ്ടി ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. കണ്ടോ? ഇനി വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന. ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. സമൂഹ പ്രാർത്ഥന. ഞങ്ങളുടെ കർത്താവേ, കടങ്ങളുടെ പൊറുതിക്കായി വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞങ്ങളുടെ കൈകളെ ശക്തമാക്കണമേ. ഇത് വിശുദ്ധ അപ്രയം എഴുതിയിരിക്കുന്ന ഒരു ഗീതമാണ്. അതാണ് നമ്മൾ പാടാറുള്ളത്. അത് ദൈവമായ നിനക്ക് എല്ലാ ദിവസവും സൽപ്പെടണം. അതിൻ്റെ രണ്ടാമത്തെ ഇതിൽ ശിക്ഷാവിധികളുടെ സ്വരം കേൾക്കാതിരിക്കട്ടെ, നിന്റെ അളവറ്റ കാരുണ്യം കണ്ട് കണ്ണുകൾ നിന്റെ അനുഗ്രഹം. രണ്ടാമത്തെ പ്രാർത്ഥന. ഞങ്ങളുടെ കർത്താവായ ഈശോയെ, പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധ്യനായ രാജാവേ, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്ര. കണ്ടോ? ഇനി അടുത്തത് ഇതാണ് സാധാരണ ദിവസങ്ങളിൽ നമ്മൾ പാടുന്നത്. സാധാരണ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായെ, നീ ദാസന്റെയും സൃഷ്ടാവിൻ്റെയും സദൃശമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീര രക്തങ്ങളാൽ നിർമാർജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. കണ്ടോ? ഇനി വേറൊരു പ്രാർത്ഥനയുണ്ട് ഇവിടെ. കാർമികൻ പ്രാർത്ഥിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ. കണ്ടോ? ക്രിസ്ത്യാനിയുടെ പ്രത്യാശ എന്നാണ് അവിടെ പറയുന്നത്. വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടുള്ള വൈദികൻ്റെ പ്രാർത്ഥനയാണ്, കാർമികൻ്റെ പ്രാർത്ഥനയാണ്. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ
കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന നിദാനമാകട്ടെ, സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ഇവിടെ വേറൊരു വാക്കുണ്ട്, ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുന്നെന്ന്. അത് ഈ ഏത് പ്രാർത്ഥനയിലാണെന്ന് ഞാൻ നോക്കുകയാണ്. എൻ്റെ ഉപദ്രവമേ ഞങ്ങളുടെ വംശത്തിൻ്റെ ശ്മശാനവാടിയ ഞങ്ങളുടെ നാവുകൾ, എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കരുണ വലതുമാക്തിരായ ഞങ്ങളെ നിന്റെ സ്നേഹം, നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. കണ്ടോ, നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. ഉന്മൂലനം ചെയ്തു. ആ വാക്കൊന്ന് അടിവരയിടും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം സങ്കീർത്തനങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടുള്ള ഇതാണ്. ഇതൊക്കെ സങ്കീർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ദൈവമേ, ഞാനിതൊന്നും പറയാൻ ഉദ്ദേശിച്ചു വന്നല്ലോ കർത്താവേ. ഞാൻ ഈ യാമപ്രാർത്ഥനയെക്കുറിച്ച് വിവരിച്ച് വന്നതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് യാമപ്രാർത്ഥനകൾ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ തന്നെ വായിച്ചു കഴിഞ്ഞു. ആരാധന, അതായത് സഭയുടെ ഈ സങ്കീർത്തനം, സഭയുടെ ക്രിസ്തു ആലപിച്ചിട്ടുള്ളതും അവനിൽ പൂർത്തീകരിച്ചിട്ടുള്ളതുമായ സങ്കീർത്തനങ്ങൾ സഭയുടെ പ്രാർത്ഥനയിലെ കാതലായ ഘടകമായി നിലനിൽക്കുന്നു. സഭയുടെ പ്രാർത്ഥനകളല്ലേ ഇപ്പം നമ്മൾ ഈ പറഞ്ഞതെല്ലാം. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, താങ്ക് യു, മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട ദാസൻ. ഇപ്പോൾ അത് പാടാൻ സമയമില്ല. അപ്പോൾ സഭയുടെ പ്രാർത്ഥന, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സഭയുടെ പ്രാർത്ഥനയാണ്. അതിന് നിങ്ങൾ ശരിക്ക് അത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുവിൻ. ഈ മരിച്ച വിശ്വാസികളെ മരണാനന്തര ശുദ്ധീകരണം നടത്തുന്നത് ഈശോ മിശിഹായുടെ വിലമതിയാത്ത തിരിച്ചുവരയുടെ യോഗ്യതയാലാണ്. അതൊന്ന് വിശ്വസിക്കൂ. ഇനി പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനേക്കാൾ തീഷ്ണതയോടെ ഇസ്രായേൽ കാത്തിരിക്കുന്നു. അത് എന്തോ ഒരു മനോഹരമായ ഒരു സിംബലൈസേഷനാണ്. പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരന് നല്ല ഉറപ്പാണ് പുലരിയാകും എന്നുള്ളത്. നല്ല ഉറപ്പാണ്. അതുപോലെയുള്ള ഒരു പ്രത്യാശയാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ വിമോചനാത്മകവും ക്രിസ്തുവിൻ്റെ ക്ഷമയെക്കുറിച്ചും. അതാണ് പത്രോസ് ചോദിച്ചു, എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം ക്ഷമിച്ചാൽ പോരെ? 7 മോനെ, 70 പ്രാവശ്യം. കണ്ടോ, 70 പ്രാവശ്യം. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ആയാലും നമ്മൾ പറയുന്നത്, ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പറയില്ല, മനസ്സിലായിട്ടുണ്ടോ? ഇനി നല്ല അടി തരും. ഇപ്പം എവിടെയാ സുവിശേഷം? 70 പ്രാവശ്യം ക്ഷമിക്കണ കാര്യം എവിടെ പോയി? അപ്പം നമ്മുടെ ഫോർമേഷനിൽ മുഴുവൻ ഇങ്ങനെയാണ്. ഇത് സെമിനാരിയിലായാലും മഠങ്ങളിലായാലും എല്ലാവരും പേടിച്ചിട്ടാണ് അവിടെ ജീവിക്കണത്. മൈനർ സെമിനാരിയിൽ അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവർക്കറിയാം ഉടനെ ശിക്ഷ കിട്ടുമെന്നറിയാം. അതുകൊണ്ട് പേടിച്ച് ജീവിക്കുകയാണ്. പക്ഷേ ഒരു ദിവസം ഈ സെമിനാരിയുടെ മതിൽ കെട്ട് കഴിഞ്ഞ് പോകുമല്ലോ, അപ്പം ഞാൻ കാണിച്ചു തരാം. അത് കഴിയുമ്പോൾ അവർക്കൊരു സ്വാതന്ത്ര്യമാണ്. എന്നമാതിരി തന്നെ മഠങ്ങളിലായാലും വരുമ്പോൾ മഠങ്ങളിൽ ചേർക്കാൻ വേണ്ടി അവർ ഭയങ്കര ബുദ്ധിമുട്ടി പള്ളികൾ തോറും കയറി ഇറങ്ങി പാട്ടും പാടി പ്രാർത്ഥിച്ചു, കുഞ്ഞനിയത്തിമാരെ ഈശോയുടെ മുന്തിരിത്തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പക്ഷേ മുന്തിരിത്തോട്ടത്തിൽ വന്നു കഴിയുമ്പോൾ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. മനസ്സിലായിട്ടുണ്ടോ? ശിക്ഷയാണ്, നിസാര കാര്യം. ഇതിൻ്റെ മാതിരി പ്രാർത്ഥനയ്ക്ക് മര്യാദയ്ക്ക് സമയത്തിന് വന്നില്ലെങ്കിൽ ഇത്ര പ്രാവശ്യം ഇന്നത് ചെയ്യണം, ശിക്ഷ. പിന്നെ ഓരോന്നും ശിക്ഷയാണ്, എല്ലാം ശിക്ഷയാണ്, എല്ലാത്തിനും ശിക്ഷയാണ്. അത് പരസ്യമായിട്ട് തന്നെ എല്ലാവരും മുമ്പിൽ വെച്ച് തന്നെ ശിക്ഷ. ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലായിരിക്കാം, ദൈവത്തിന് സ്തുതി. എന്നാലും പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്, പേടിച്ചിട്ടാണ്. എന്തെങ്കിലും കുറച്ച് അവരെ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ പറയുന്നത് മര്യാദയ്ക്കല്ലെങ്കിൽ പറഞ്ഞു വിടൂട്ടാ. അപ്പോൾ തിരിച്ചവർ ഇങ്ങോട്ട് പറയാൻ തുടങ്ങും, ഇത് മര്യാദയ്ക്കല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകട്ടാ. ഇത് തന്നെ കല്യാണം കഴിച്ചു വന്നാൽ നമ്മുടെ കുടുംബത്തിലും ചിലപ്പോൾ മര്യാദയ്ക്കല്ലെങ്കിൽ ഞാൻ പെട്ടിയെടുത്തോണ്ട് എൻ്റെ വീട്ടിൽ പോകട്ടാന്ന് മണവാട്ടിപ്പെണ്ണുകാരെ പറയാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ
വിശ്വാസവുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കുമ്പോൾ എവിടെയാണെന്ന് നോക്കുക. കാരണം നമ്മുടെ പ്രാർത്ഥനാ രീതികൾ എല്ലാം ഭയപ്പെടുത്തുന്ന പ്രാർത്ഥനകളാണ്. എന്നാൽ അതല്ല ഈ കുർബാനയിൽ ഇത്രയും കരുണാർദ്രമായ കാര്യം പറഞ്ഞ ആള്, ഇത് കേൾക്കുന്ന ആളും ഇത് പ്രാർത്ഥിച്ച ആളും കുർബാന കഴിഞ്ഞിട്ട് പറയുന്ന പ്രസംഗങ്ങൾ ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇവിടെയാണ് ആരാധന. എന്തുകൊണ്ട് നമ്മുടെ വിശ്വാസം വളരുന്നില്ല? ഇന്ന് നമുക്ക് കിട്ടിയ പ്രവചനം, തിരമാലകളുടെ മധ്യത്തിൽ ഞാനുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ വിശ്വാസം വളരുന്നില്ല? വിശ്വാസം വളരണമെങ്കിൽ വിശ്വാസമനുസരിച്ചുള്ള ആരാധന ഉണ്ടാകണം. ആരാധന വെറും ഒരു കടത്ത് കഴിക്കലാകാതെ, വെറും ഒരു അനുഷ്ഠാനമാകാതെ, ഈ പ്രാർത്ഥനകളിലെ ആ ആഴമായ കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഉയരണം. ഇപ്പോൾ ഇതിൽ ഉത്ഥാനഗീതം പാടിക്കഴിഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥന എന്നെ വളരെയധികം കരയിപ്പിക്കാറുള്ളൊരു പ്രാർത്ഥനയാണ്. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പാലിക്കുന്നവരുമാണ്. ഇത് അങ്ങ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? സ്നേഹമുള്ളവരെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പാരഗ്രാഫ് തുടങ്ങാൻ പറ്റിയിട്ടില്ല. നമ്മളിത് നാളെ എടുക്കാം. പക്ഷേ ഇന്ന് നിങ്ങൾക്കൊരു ഹോംവർക്ക് ഇതാണ്. ഇന്ന് ഒരു ഹോംവർക്ക്, ഇത് മുഴുവനായിട്ടല്ലെങ്കിലും പകുതിയെങ്കിലും ഈ കുർബാന പുസ്തകം ഇത് ഇപ്പോൾ 2 കുർബാന പുസ്തകമുണ്ട് എൻ്റെ കയ്യിൽ. ഒന്ന് ഇതിൻ്റെ ഒഫീഷ്യൽ കുർബാന പുസ്തകം, സീറോ മലബാർ സഭയുടെ ഒഫീഷ്യൽ കുർബാന പുസ്തകം രാസാക്രമം. മറ്റൊന്ന് ചെറിയ പുസ്തകം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന്, ആദ്യം ചെറിയ പുസ്തകം വായിക്കുക, അതുള്ളവർ അതൊന്ന് വായിക്കുക. പെട്ടെന്ന് വായിച്ചു പോകരുത്. അതിനകത്ത് ഓരോ പ്രാർത്ഥനകളെക്കുറിച്ചൊന്ന് സാവധാനം വായിച്ച് അർത്ഥം മനസ്സിലാക്കി ഒന്ന് വായിക്കുക. ഞാൻ ഇത് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് പറയുന്നൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ ഒരുപാട് വലിയ ക്ലാസ്സുകൾ ഇതെല്ലാം കൊടുത്തിട്ടുള്ളത് വേറെ എങ്ങും നിന്നും പഠിച്ചതല്ല, ഈ കൊച്ചു കുർബാന പുസ്തകത്തിൽ നിന്നും പഠിച്ചതാണ്. സ്നേഹമുള്ളവരെ, ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ സഭയുടെ ഹൃദയമാണ്. നമ്മളാരും ആർക്കും ഇത് മാറ്റാനായിട്ട് അനുവാദമില്ല. ഒരു ബിഷപ്പിന് പോലും ഇത് മാറ്റാനായിട്ട് അനുവാദമില്ല. അത് മനസ്സിലാക്കണം. കാരണം അതാണ് സഭയുടെ ആരാധനാക്രമത്തിൻ്റെ കാര്യം. ഇപ്പോൾ എല്ലാവരും ജർമ്മനിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മാർപ്പാപ്പയ്ക്ക് പോലും ഇതൊന്നും മാറ്റാനായിട്ടൊരു അധികാരമില്ല. കല്യാണം എന്ന് പറയുന്നത് എന്താണ് കല്യാണം എന്ന് പറയുന്നത്? വിവാഹം എന്ന കൂദാശ എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ഒരു കൂദാശയാണ്. അത് മാറ്റാനായിട്ട് മാർപ്പാപ്പയ്ക്ക് അധികാരമുണ്ടോ? സഭ പഠിപ്പിക്കുന്നത്, അതിൻ്റെ വചനം കൂടി ഒന്ന് പറയാം. 640 CCC 1640 തോന്നുന്നു, 1640. അതിൽ പറയുന്നത് 1640 പറയുന്നത് ഇത് ദൈവത്താൽ സ്ഥാപിതമായൊരു കൂദാശയാണ്, അതിനെ മാറ്റാനും പഴയ്ക്കാനും സഭയ്ക്ക് അധികാരമില്ലെന്നാ പറയണേ. 1440 ദൈവത്താൽ സ്ഥാപിതമാണ്. വിവാഹബന്ധം 1640 ദൈവത്താൽ സ്ഥാപിതമാണ്. അതിനാൽ മാമോദീസ സ്വീകരിച്ച 2 വ്യക്തികൾ തമ്മിൽ നടത്തിയതും പൂർണ്ണതയിലെത്തിച്ചതുമായ വിവാഹം ഒരിക്കലും വേർപെടുത്താൻ പാടില്ല. ദമ്പതികളുടെ സ്വതന്ത്രമായ മാനുഷിക പ്രവൃത്തിയാലും വിവാഹത്തെ പൂർണ്ണമാക്കുന്ന സംയോഗത്തിലും നിന്ന് സംജാതമാകുന്ന ഈ ബന്ധം അസാധുവാക്കാനാവാത്തൊരു യാഥാർത്ഥ്യമാകുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത ഉറപ്പ് നൽകുന്ന ഒരുടമ്പടി അതിൽ ഉത്ഭവിക്കുന്നു. ദൈവിക ജ്ഞാനത്തിൻ്റെ ഈ നിശ്ചയത്തിനെതിരായി വിധിക്കുവാൻ സഭയ്ക്ക് അധികാരമില്ല. മനസ്സിലായിട്ടുണ്ടോ? സഭയ്ക്ക് അധികാരമില്ല. അപ്പോൾ മാർപ്പാപ്പേനെ ഇതിനകത്ത് ഇൻവോൾവ് ആക്കിയിട്ടോ ഒന്നൊരു കാര്യമില്ല. വിവാഹം എന്ന കൂദാശ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു കൂദാശയാണ്. അതിൻ്റെ സ്ഥാനത്ത് വേറെ എന്തിനെങ്കിലും സങ്കല്പിച്ചുകൊണ്ട് നിർത്തിക്കൊണ്ട് കൂദാശ അർപ്പിക്കാൻ പറ്റില്ല. അത് കൂദാശയുമല്ല, അതിലർത്ഥവുമില്ല. അത് മനുഷ്യൻ്റെ ബുദ്ധിഹീനതയാണെന്നുള്ളൊരു യാതൊരു സംശയവുമില്ല.
അപ്പം അങ്ങനെ കുറച്ച് പേരെന്തൊക്കെ ചെയ്തെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കിടന്നിട്ട് അപ്സെറ്റ് ആകുകയും വേണ്ട. അതാണ് കർത്താവ് ഇന്ന് നമുക്ക് നൽകിയ മറ്റൊരു സന്ദേശം. യൂറോപ്പിലെ സഭയെക്കുറിച്ച് ഉള്ള സന്ദേശമായിരുന്നു നമുക്ക് നൽകിയത്. യൂറോപ്പിലെ സഭ മാത്രമല്ല, എല്ലാ സഭകളും എല്ലാം യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ രക്തത്തിൽ ആണ് ആരംഭിച്ചത്. അതുകൊണ്ട് അതിൽ മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല. ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് നമ്മൾ വിശ്വാസികളായി നമ്മൾ ഒന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കൂ. അതുകൊണ്ട് നമ്മൾ ആരും ആകുലപ്പെടേണ്ട. കർത്താവ് അതെല്ലാം ഭംഗിയായിട്ട് നടത്തും. ഇതുപോലെയുള്ള കോളിളക്കങ്ങൾ ഒരുപാട് നടക്കാറുള്ളതുമാണ്. നമ്മൾ അവിടെ ആ വീഡിയോകളൊക്കെ എല്ലാവർക്കും അയച്ച് ഭയങ്കര എന്തോ കാര്യം ചെയ്തമാതിരി ഒന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ വിശ്വസിക്കണം. സഭ ആരാണ്, എന്താണ്, സഭ എവിടെ നിന്നുണ്ടായി? സഭ ഒരു പാറയാണ്. ഈശോ പറഞ്ഞ ഒറ്റ വാക്ക്, പത്തോസേ, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. പാറ, അത് വിശ്വാസമാണ് ആ പാറ. അപ്പോൾ അതുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ പാറ യേശു തന്നെയാണ്. അപ്പസ്തോലന്മാർ അവരുടെ ജീവൻ അർപ്പിച്ചിട്ടുള്ള അടിത്തറയിൽ പണിയപ്പെട്ടിട്ടുള്ളതാണ്. അനേകം രക്തസാക്ഷികളിലൂടെ പണിതുയർത്തപ്പെട്ടിട്ടുള്ളതാണ്. അതിനുശേഷം ഉണ്ടായിരിക്കുന്ന കോടാനുകോടി വിശുദ്ധ വിശ്വാസികളാണ് അതിൻ്റെ ഭാഗം. അതുകൊണ്ട് കുറേ പേര് എന്തോ എല്ലാം ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് സഭയ്ക്ക് ഒരനക്കം ഉണ്ടാകാൻ പോണില്ല. അവർ കുറേ ബഹളുണ്ടാക്കി അങ്ങ് പോകും. അറിവില്ലായ്മ കൊണ്ടാണ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ആരും അതിനെ ഓർത്ത് വിഷമിക്കാതെ നമ്മൾ ഈ എത്ര വലിയ കൊടുങ്കാറ്റിലും അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ഈശോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ പാറയാണ്. ആ കൊടുങ്കാറ്റുകളുടെ മധ്യത്തിൽ വരുവിൻ. സമയം ഒരുപാടായി, നമുക്ക് നന്ദി പറയാം. ഇപ്പോൾ നമ്മൾ ഇന്ന് സങ്കീർത്തനത്തിൻ്റെ കൗദാശികവും ആരാധനാക്രമത്തിൽ ഈ സങ്കീർത്തനങ്ങൾക്കുള്ള സ്ഥാനം, അതിൻ്റെ കാതൽ എന്നുള്ളൊരു വാക്കാണ്. കാതൽ, നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ മുഴുവൻ കാതൽ സങ്കീർത്തനമാണ്. അപ്പോൾ ഈ ബോധ്യത്തിൽ നിങ്ങൾ ഈ കുർബാന പുസ്തകം ഒന്ന് വായിക്കണം. ഒരു ഹോംവർക്കാണ്. എന്നിട്ട് നമ്മളിപ്പോൾ വീട്ടിലിരുന്ന് കുർബാന അർപ്പിക്കുന്ന സമയത്ത് ആ പുസ്തകം എടുത്തു വെച്ച് ഭയഭക്തിയോടെ ആ പാട്ടുകളെല്ലാം പാടി പ്രാർത്ഥിച്ച് കുർബാന അർപ്പിച്ച് നോക്ക്. ഈ സങ്കീർത്തനങ്ങളൊക്കെ പാട്, നിങ്ങൾ തന്നെ അറിയാവുന്ന ട്യൂണിൽ പാട്. എന്നിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്ക്. മരിച്ചവരുടെ ഒപ്പീസ് നിങ്ങൾ തന്നെ വീട്ടിലിരുന്ന് ഒന്ന് ചൊല്ലി നോക്ക്. അത് സിംസേരി തന്നെ പോയി ചെല്ലണമെന്നില്ല. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ തന്നെ ഒരു ഒപ്പീസ് ഒന്ന് ആ പുസ്തകത്തിലെ മുഴുവൻ പ്രാർത്ഥന അതിൻ്റെ അർത്ഥത്തിലെടുത്തൊന്ന് പ്രാർത്ഥിച്ചൊന്ന് ഒപ്പീസ് ചൊല്ലി നോക്ക്. നമുക്ക് തന്നെ ഒപ്പീസ് ചെയ്യല്ല. മനസ്സിലായിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സമയം ഒരുപാടായി. നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നമ്മൾ ഒരു അഭിഷേക പ്രാർത്ഥനയാണിപ്പോൾ. കർത്താവേ, ഇന്ന് കേട്ട കാര്യങ്ങളിലൂടെ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ കരുണ അനന്തമാണ്. കർത്താവിൻ്റെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയാണ്. കർത്താവിൻ്റെ തിരുരക്തത്തിലൂടെയാണ് എല്ലാ വിശുദ്ധീകരണവും നടക്കുന്നത്. എല്ലാ വിശുദ്ധീകരണവും എല്ലാ തിന്മയും അതിൻ്റെ ശിക്ഷയും എല്ലാം ഈശോ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളുടെയും വിശുദ്ധീകരണവും അവരവിടെ ശിക്ഷിക്കുന്ന സ്ഥലമല്ല, അവരുടെ ശുദ്ധീകരണത്തിൻ്റെ സ്ഥലമാണ്. അവരിലുള്ള എല്ലാ കുറവുകളെയും ശുദ്ധീകരിച്ച് അവരെ സ്വർഗരാജ്യത്തിന് അർഹരാക്കി നടത്തുന്ന വലിയ സ്നേഹത്തിൻ്റെ ഒരു തീയാണ്. സ്നേഹത്തിൻ്റെ തീയാണത്. ശലഹലബലബല സങ്കീർത്തനങ്ങളിലൂടെ കൊല്ലിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനേക്കാൾ തീഷ്ണതയോടെ നമ്മൾ കാത്തിരിക്കണം. ഈ സങ്കീർത്തനങ്ങളെല്ലാം ഈശോ തന്നെ ആലപിച്ചതാണ്. ഈശോ തന്നെ ആലപിച്ച സങ്കീർത്തനങ്ങളാണ്. ഈശോ തന്നെയാണ് അതിലെ കഥാനായകൻ. ഈശോ തന്നെ തൻ്റെ ജീവിതത്തിലൂടെ അതെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. അതാണ് ഈശോ അവസാനം പറഞ്ഞത്, എന്നെക്കുറിച്ച് സങ്കീർത്തനങ്ങളിലും മോശയുടെ പുസ്തകത്തിലെയും ഇപ്പോൾ എല്ലാം പൂർത്തിയാകണ്ടേ. അപ്പോൾ അതൊരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഈ സങ്കീർത്തനത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ ഹൃദയത്തിൽ ആഴമായി പതിപ്പിച്ച്
ആരാധന, നമ്മളുടെ ആരാധന കുറേ കൂടി ജീവനുള്ള ആരാധനയാകട്ടെ, ഹൃദയസ്പർശിയായ ആരാധനയാകട്ടെ. അത് വെറും ഒരു ആരാധനക്രമം, അതായത് വിശുദ്ധ കുർബാന അർപ്പണം, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഹൃദയത്തിൻ്റെ ആഴത്തിൽ, അഗാധത്തിൽ നിന്നു ഞാൻ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആകട്ടെ. ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണം. അലറുന്ന തിരമാലകളുടെ മധ്യത്തിൽ ആണെങ്കിലും ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങിൽ ആനന്ദിക്കുന്നു, ഞങ്ങൾ അങ്ങയുടെ കരുണയിൽ അങ്ങയുടെ കരുണയിൽ ശരണപ്പെടുന്നു. അങ്ങ് നല്ലവനാണ് കർത്താവേ, അങ്ങ് നല്ലവനാണ് കർത്താവേ, അങ്ങ് നല്ലവനാണ്, എല്ലാം നല്ലവനാണ്. പഴയുവിൻ അവിടത്തെ നല്ലവനാണ്, അവിടത്തെ കാരുണ്യം അനന്തമാണ്, അവിടത്തെ കാരുണ്യം ആനന്ദമാണ്. Praise the Lord, praise the Lord, praise the Lord. God bless you, God bless you. Good Joseph Sare. Thank you.